ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ധീരം. ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് ധീരം. ഇന്ദ്രജിത് സുകുമാരനെ കൂടാതെ അജു വർഗീസ്, ദിവ്യ പിള്ള, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സൺനെക്സിലൂടെ മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ലാ ടൊമാറ്റിന. സജീവൻ അന്തിക്കാട് സംവിധാനത്തിൽ ജോയ് മാത്യു, ശ്രീജിത്ത് രവി, കോട്ടയം നസീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ഒരു ഡാർക്ക് പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ് ലാ ടൊമാറ്റിന. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് ഗാന്ധി ടോക്സ്. വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു, ഹൈദരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കിഷോർ പാണ്ഡുലങ്ക് ബെലേക്കർ സംവിധാനം ചെയ്തൊരു ഡാർക്ക് കോമഡി നിശബ്ദ ചിത്രമാണ് ഗാന്ധി ടോക്സ്. പണവും അഴിമതിയും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന സാധാരണക്കാരൻ്റെ കഥയാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചിത്രം തിയേറ്ററിൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. AR റഹ്മാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 6 മുതൽ C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഗ്രാനി. വടിയു കറാസി, ദിലീപൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജയകുമാര സംവിധാനം ചെയ്ത് ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഗ്രാനി. സൺനെക്സാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, അമീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ചിത്രമാണ് പ്രകമ്പനം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസം റിലീസിനാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയാണ് സുബേദാർ. അനിൽ കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുരേഷ് ത്രിവേണി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് സുബേദാർ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 5 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ഖജുരാഹോ. 2025 ഡിസംബർ 5 റിലീസ് ചെയ്തൊരു അഡ്വഞ്ചർ മൂവിയാണ് ഖജുരാഹോ. സേതുവിൻ്റെ തിരക്കഥയിൽ മനോജ് വാസു സംവിധാനം ചെയ്ത മൂവിയാണ് ഖജുരാഹോ. ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സൈന പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ് റോസ്ലിൻ. മീന, വിനീത്, സഞ്ജന ദീപു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നവാഗതനായ സുമേഷ് നന്ദകുമാറാണ് ഈ സീരീസിന് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് വിത്ത് ലവ്. ഒരു ടീൻ റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് വിത്ത് ലവ്. അഭിഷൻ, ജീവിത്, അനശ്വരരാജൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മദൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു അമേരിക്കൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ചലച്ചിത്രപരമ്പരയിലെ 3ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസും ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. ഒരു അഡ്വഞ്ചർ സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ സീസൺ 2. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 10 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് വെബ് സീരീസാണ് കാത്താൻ. വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി M മണികണ്ഠൻ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ഡ്രാമ സീരീസാണ് കാട്ടാൻ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 27 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു സീരീസാണ് ദ ഡൈനോസേഴ്സ്. മാർച്ച് 6 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ബാൾട്ടി. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബാൾട്ടി. ഈ മൂവിയുടെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ്. ഒരു ആക്ഷൻ ചിത്രമായ ബാൾട്ടിയിൽ ഷെയ്ം നിഗമാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷെയ്ം നിഗത്തിനെ കൂടാതെ പ്രീതി അസ്രാനി, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 2025 സെപ്റ്റംബർ 26 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഹണി. നവീൻ ചന്ദ്ര, ദിവ്യ പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കരുണകുമാർ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഹണി. സൺനെക്സിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.